ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. തിരൂർ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് കേരളത്തിൽ ഇബ്രാഹിം ഹാജി എത്തും. മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റായ ഇബ്രാഹിം ഹാജിയെ ഉയർത്തിക്കാട്ടിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രചരണത്തിന് ആരംഭം മുതൽ തന്നെ ഭൂരിപക്ഷം പ്രവചിച്ചായിരുന്നു ഹാജിയുടെ പ്രചരണം. വൈസ് ചെയർമാൻ സ്ഥാനം ധാരണപ്രകാരം കോൺഗ്രസിനാണ്. സിന്ധു മംഗലശ്ശേരി, വസന്ത പുളിക്കൽ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത. തിരൂർ നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ UDFൽ ചെയർമാൻ സ്ഥാനം മുസ്ലിം ലീഗിനും ഉപാധ്യക്ഷ പദവി കോൺഗ്രസിനുമാണ് ലഭിക്കുക. 2 സ്വതന്ത്രർ ഉൾപ്പെടെ മത്സരിച്ച 26 സീറ്റിൽ 25 വിജയിച്ച ലീഗിന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള സീറ്റുണ്ട്. ഇതുകൂടാതെ ലീഗിന്റെ ഒരു സീറ്റിലാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയും വിജയിച്ചത്. കോൺഗ്രസിന് 5 സീറ്റാണ് ലഭിച്ചതെങ്കിലും മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി മുമ്പും ഉപാധ്യക്ഷ പദവി നൽകാറുണ്ട്. ഇത്തവണയും ഇത് തുടരാനാണ് സാധ്യത. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റായ കേരളത്തിൽ ഇബ്രാഹിം ഹാജിയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ഇബ്രാഹിം ഹാജിയെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് UDF തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയതും ഉജ്ജ്വല വിജയം നേടിയതും. ഇക്കാര്യത്തിൽ 3 ദിവസത്തിനകം വ്യക്തത ഉണ്ടാകും. ഉപാധ്യക്ഷ പദവി വനിതാ സംവരണമാണ്. കോൺഗ്രസിൽ നിന്ന് 2 വനിതകളാണ് വിജയിച്ചത്. അതിനാൽ ഉപാധ്യക്ഷ പദവി കോൺഗ്രസിന്റെ സിന്ധു മംഗലശ്ശേരി, വസന്ത പുളിക്കൽ എന്നിവരൊരാൾക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം വരാനുണ്ട്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റായ കേരളത്തിൽ ഇബ്രാഹിം ഹാജി സമസ്തയ്ക്ക് കീഴിൽ പ്രസിദ്ധീകരിക്കുന്ന സുപ്രഭാതം ദിനപത്രത്തിന്റെ ഡയറക്ടറാണ്. ശിഹാബ് തങ്ങൾ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വൈസ് ചെയർമാൻ, ലീഗ് മണ്ഡലം, ജില്ലാ, സ്റ്റേറ്റ്, ദേശീയ കമ്മിറ്റികളുടെ കൗൺസിലർ, സുന്നി മഹല്ലി ഫെഡറേഷൻ ജില്ലാ ട്രഷറർ, SYS മുനിസിപ്പൽ പ്രസിഡന്റ്, പട്ടിക്കാട് ജാമിയ നൂരിയ, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം തുടങ്ങി ഒട്ടേറെ പദവികൾ വഹിക്കുന്നുണ്ട്. തിരൂർ നഗരസഭാ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-ന് നടക്കും.